വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു അടിപൊളി ഒരു റെസിപ്പിയാണ് നമ്മുടെ ചിക്കൻ 65 ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നാടൻ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനുവേണ്ടി കുറച്ച് സാധനങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഒരു 300 ഗ്രാം ബോൺലെസ് ചിക്കനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിലെ വാട്ടർ എല്ലാം നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലോട് കൂടിയുള്ളതാണ് എടുക്കുകയാണെങ്കിൽ വലിയ ആൾക്കാർക്ക് നമുക്ക് എല്ലോട് കൂടിയുള്ളത് കൊടുക്കാം. പക്ഷേ കുട്ടികൾക്കാകുമ്പം ഇങ്ങനെ എല്ലില്ലാതെ കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതിനുവേണ്ടി ഞാൻ എല്ലില്ലാത്ത പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ എടുക്കാവുന്നതാണല്ലോ. അപ്പോൾ ഞാനിപ്പോൾ 300 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ചിക്കനിൽ കുറച്ച് മസാലകൾ ഇട്ടിട്ട് ഒന്ന് മാരിനേഷൻ ചെയ്യാൻ വയ്ക്കണം. അതിനുവേണ്ടി നമുക്ക് ഫസ്റ്റ് നമ്മളൊരു ഉപ്പാണ് ആഡ് ചെയ്യുന്നത്. ഒരു 1/2 ടീസ്പൂണോളം അളവ് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. മുളക് പൊടി ഞാനിപ്പോൾ 1 ടീസ്പൂണോളം അളവ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1.5 ടീസ്പൂൺ വരെ ആവാം ഈ 300 ഗ്രാം ചിക്കന്. അല്ലെങ്കിൽ ബെറ്റർ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടല്ലോ, അത് ആഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് 1 ടീസ്പൂൺ ഇട്ടിട്ട് 1/2 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയൂടെ ഇട്ടാൽ മതിയാവും. പിന്നെ നമ്മൾ ഇതിലേക്ക് ബ്ലാക്ക് പെപ്പർ ആഡ് ചെയ്യുന്നത് കൊണ്ട് ജസ്റ്റ് മുളക് പൊടിയുടെ ആ ക്വാണ്ടിറ്റി ഞാൻ കുറച്ചിരിക്കുകയാണ്, 1 ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളുടെ ആവശ്യമുണ്ട്. ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അഥവാ പേസ്റ്റ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഇട്ടാൽ മതിയാവും. ഞാനിപ്പോൾ ചതച്ച് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ചതച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് അറൗണ്ട് ഒരു 2 ടേബിൾ സ്പൂണോളം അളവ് നമുക്കിത് കാണും. ഇതും കൂടെ ഇട്ടിട്ട് ഇനി അടുത്ത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിന് കൊറിയാണ്ടറിൻ്റെ ലീഫ് നല്ല ചെറുതായിട്ട് ഞാൻ കൊത്തി അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ രീതിക്ക് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് വേണം ഇടാനായിട്ട്. ജസ്റ്റ് അതിൻ്റെ ടേസ്റ്റ് ഫ്ലേവർ നമ്മൾ ജസ്റ്റ് കടിക്കുമ്പോൾ ആ ഫ്ലേവർ എത്തണം, അതിന് വേണ്ടി മാത്രമാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം അളവ് ബ്ലാക്ക് പെപ്പർ കൂടെ നമ്മൾ ഇടുന്നുണ്ട്. ഇത് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റിയുടെ അളവ് നമ്മൾ മാക്സിമം കുറയ്ക്കാൻ നോക്കണം. ഇനി നമ്മൾ എടുക്കുന്നത് ഒരു ലെമണിൻ്റെ പകുതി ലെമണിൻ്റെ ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അഥവാ ലെമണിൻ്റെ ജ്യൂസ് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ വിനെഗർ ഉണ്ടല്ലോ, വൈറ്റ് വിനെഗർ, അതുണ്ടെങ്കിൽ അതൊരു 1/2 ടീസ്പൂൺ വൈറ്റ് വിനെഗർ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം നമ്മൾ സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും മസാലകൾ പിടിക്കത്തക്ക രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് തൈര് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/4 കപ്പിൻ്റെ തൈരാണ് ആഡ് ചെയ്യുന്നത്. 1/4 കപ്പ് തൈര്, അത് സാധാരണ തൈരാണ്, റൂം ടെമ്പറേച്ചറിലിരിക്കുന്ന തൈര്. അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനിൽ ഒരു വെള്ളവും ഇല്ലാതെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ്. ഈ തൈരൊക്കെ മാത്രമേ നമ്മൾ ഇച്ചിരി ലിക്വിഡായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യുന്നുള്ളൂ. തൈരും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് കോൺഫ്ലോർ കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കോൺഫ്ലോർ ചേർക്കുമ്പോഴേക്കും നമ്മൾ കൈവച്ചൊന്ന് മിക്സ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എന്നിട്ട് ആ 1/4 കപ്പ് കോൺഫ്ലോർ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ സാധാരണ മൈദാമാവും കുറച്ച് 2 ടേബിൾ സ്പൂൺ മൈദാമാവും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയായിട്ട് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. കോൺഫ്ലോർ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ആഡ് ചെയ്യുന്നത് നല്ലത്. കുറച്ചുകൂടെ ക്രിസ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യും. അരിപ്പൊടി ചേർത്താലും നല്ല ക്രിസ്പി ആയിട്ട് ഫീൽ ചെയ്യും, പക്ഷേ കോൺഫ്ലോർ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഇല്ലെങ്കിൽ മാത്രം അരിപ്പൊടി ചേർത്താൽ മതിയാവും. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഒരു 30 മിനിറ്റ്സ് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. സാധാരണ റൂം ടെമ്പറേച്ചർ വെച്ചിരുന്നാൽ മതി. അഥവാ നിങ്ങൾ നാളെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ തലേന്ന് ഇത് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് രാവിലെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതൊന്ന് 30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മളൊരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെക്കുക. പാനിൽ എന്തെങ്കിലും ജലാംശം ഉണ്ടെങ്കിൽ ഫ്ലെയിം ചെയ്ത് ഓൺ ചെയ്തതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ പോയതിന് ശേഷം അതിൽ ആവശ്യത്തിന് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ചിക്കനൊക്കെ മുങ്ങിക്കിടക്കുന്ന പരുവത്തിൽ എണ്ണ ഒഴിച്ചാൽ മതിയാവും. പിന്നെ നമ്മൾ ആ ചിക്കൻ പീസസ് എടുത്തിട്ട് എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. ഇത് പിന്നെ ചിലരിങ്ങനെ ഗ്രേവി ആയിട്ട് ഉണ്ടാക്കാറുണ്ട്. കുറച്ച് മസാലകൾ സോസ് കൂടെ പ്രിപ്പയർ ചെയ്തിട്ട് ആ സോസിൽ ചിക്കൻ പീസസ് ഒക്കെ എടുത്തിട്ട് അങ്ങനെ ഗ്രേവി ആയിട്ടും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ ഈ ഒരു രീതിക്കാണ് അവർ തരുന്നത്. അപ്പോൾ എല്ലാ പീസസും ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് നന്നായിട്ട് ഫ്രൈ ആയി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കോൺഫ്ലോറൊക്കെ ആഡ് ചെയ്തത് കാരണം ഒത്തിരി
ഒത്തിരി നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ പീസസുമായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് ഒത്തിരി ഫ്രൈ ആവാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ പീസസൊക്കെ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റാം. അതിനുശേഷം നമ്മളൊരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെക്കുക, ഒരു കടായിയോ എന്തെങ്കിലും വെക്കുക. അതൊന്ന് ചൂടാവട്ടെ. അതിനു മുമ്പ് നമുക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമായിട്ടുണ്ട്. ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും ഒരു 3-4 പച്ചമുളകും അതിങ്ങനെ നെടുകെ കീറിയിടണം. 2 പീസായിട്ട് ഇന്ന് കീറിയിട്ട് ആ പാൻ ഒന്ന് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ആ ഓയിൽ ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ആ വെളുത്തുള്ളിയുടെയൊക്കെ നിറം ഒന്ന് ചെറുതായിട്ടൊന്ന് മാറുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയുടെയൊക്കെ മണമൊക്കെ ഇങ്ങനെ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ റോസ്റ്റ് ആകുമ്പോഴേക്കും. എന്നിട്ട് അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടതിന് ശേഷം ആ കറിവേപ്പില ഒന്ന് വഴന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. നെടുകെ വേണം പച്ചമുളക് കീറിയിടാനായിട്ട്, വലിയ പീസസായിട്ട്. എന്നിട്ട് അതും കൂടെ ഇട്ടിട്ട് 1-2 സെക്കൻഡ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസുകൾ നമ്മൾ ഇട്ട് കൊടുക്കണം. ശരിക്കും അത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ചിക്കൻ്റെ പീസസുകൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 സെക്കൻഡ് കൂടെ നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റി ആ എണ്ണയും ആ പച്ചമുളകിൻ്റെയൊക്കെ ഫ്ലേവർ അതിലൊന്ന് പിടിക്കട്ടെ. പിടിച്ചതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഏതാണ്ടായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്കിത് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. വേണമെങ്കിൽ കുറച്ച് ഗരം മസാല കൂടെ ആഡ് ചെയ്യുക, ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് മാത്രം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. ബൈ ബൈ.